ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോഡിൽ മൊത്തം ഇപ്പോൾ ഈ പൂക്കളാണ്, വലിയ വലിയ മരങ്ങളിലാട്ടോ. ഇതിൻ്റെ ഡാർക്ക് പിങ്കും ഉണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിനാന്നല്ലേ, നെറ്റ്വർക്കുള്ളിടത്തോട്ട് പോവുക. ഇപ്പം ഇതാ പരിപാടി. ഞങ്ങളുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടങ്ങ് ഇറങ്ങും. പിന്നെ വീഡിയോ അപ്ലോഡൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. എത്ര ദിവസം നെറ്റ്വർക്ക് അന്വേഷിച്ചിങ്ങനെ പോവുമോ എന്തോ. എന്തായാലും നെറ്റ്വർക്ക് കിട്ടുന്നത് വരെ പോകാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. പോയി അവസാനം ഞങ്ങളൊരു പറങ്കിമാവിൻ്റെ തോട്ടത്തിലെത്തി. ഞങ്ങളുടെ നാട്ടിലൊക്കെ കശുമാവിനെ പറങ്കിമാവെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നിറയെ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങോട്ടങ്ങ് കയറി. ഇതിനുള്ളിൽ നെറ്റ്വർക്ക് കിട്ടിയാലോ. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയുടെ വീട്ടിലെ പറമ്പിൽ ഒരുപാട് പറങ്കിമാവും തെങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ, എല്ലാം വെട്ടിക്കളഞ്ഞ് റബ്ബറാക്കി. ഇത് കണ്ടപ്പോൾ പണ്ട് ഇതിൻ്റെ കമ്പിൽ കയറി ഊഞ്ഞാലാടിയതൊക്കെ ഓർമ്മ വരുക. നന്ദേ ലക്കിയൊന്നും ഇതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കൂട്ടത്തിൽ അവരെ കൂടെ കഴിപ്പിക്കാമെന്ന് വിചാരിച്ച്. ഈ ചേച്ചിയുടെ ഒരുപാട് നേരത്തെ മെനക്കേടാ ഇത്രയും. ഇവിടെ അടുത്ത് കശുവണ്ടി ഫാക്ടറി ഉണ്ട് കേട്ടോ. ഇത് പഴുത്ത് വീണത് തറയെ നിറയെ കിടപ്പുണ്ട്. ഇവരെല്ലാം ഒന്നും പറക്കിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത തോട്ടത്തിലോട്ട് പോവുക. ബാക്കി ഞാൻ കയറി പറക്കാമെന്ന് വിചാരിച്ച്. എന്നോടൊപ്പം ലക്കിയും നന്ദയൊക്കെ ഉണ്ട് കേട്ടോ കട്ടയ്ക്ക്. ഞാനും ഇത് കഴിച്ചിട്ട് കുറേ വർഷമായി. ഇതുവഴി പോകുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലാണ്. ഇത് കണ്ടോ, നിറയെ മരത്തിൽ നിൽപ്പുണ്ട്. കുടയും ഫോണും ഒക്കെ നന്ദയുടെ കൈ കൊടുത്തിട്ട് ഞാനങ്ങ് ഇറങ്ങി. ഈ പറങ്ങേണ്ടി കിളിർത്ത നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത് നല്ല ടേസ്റ്റാണ്. പണ്ട് രാവിലെ ഇത് പറിച്ചെടുക്കാൻ പോകുമായിരുന്നു. ഒരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇത് മുളച്ച് കയറിങ്ങ് വരും. പിന്നെ അത് പറിച്ച് തിന്നലായിരുന്നു പരിപാടി. ഇത് കഴുകിയതൊന്നുമില്ല, കയ്യിൽ കിട്ടിയപ്പോഴേ കൊതി കൊണ്ട് വേഗം കഴിച്ചു. ഇത് തിന്നു കഴിഞ്ഞിട്ട് കുറേ നേരം ചുമച്ചു കേട്ടോ. തൊണ്ടയ്ക്കൊരു കുത്തലായിരുന്നു. എന്നാലും രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടും പിടിച്ചത് കഴിക്കാൻ. ഞാൻ 2 എണ്ണം കഴിച്ച്. സത്യം പറഞ്ഞാൽ പിന്നെ കഴിക്കാൻ വയ്യാണ്ടായിപ്പോയി. ലക്കി കിടന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ, അവനും വേണമെന്നും പറഞ്ഞ്. അവിടെ നിന്നിരുന്ന ആൾ പറയോ ഇത് കഴിച്ചാൽ ചുണ്ടൊക്കെ കറുക്കുമെന്ന്. അതെനിക്കറിയില്ല. പണ്ട് ഞാൻ കഴിച്ചിട്ട് എൻ്റെ ചുണ്ടൊന്നും കറുത്തില്ലായിരുന്നു. ഇത് പച്ചയായിരിക്കുമ്പോൾ ഇതിൻ്റെ കറ പറ്റി കഴിഞ്ഞാൽ പൊള്ളുമൊക്കെ ചെയ്യും. പിന്നെ നന്ദയ്ക്കും ലക്കിക്കൊക്കെ കഴിക്കാൻ കൊടുത്ത്. അവക്കിത് ഇഷ്ടപ്പെട്ട്. നന്ദ ഇത് കുറേ പറക്കി വീട്ടിൽ കൊണ്ടുവന്ന്. അവിടെ വെച്ചും കുറേ കഴിച്ചവള്. ഞങ്ങൾ തിന്നുന്നുണ്ടപ്പോൾ ലക്കി ഒരെണ്ണം എടുത്ത് കടിച്ച്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ മുഖത്ത് കാണുന്നത്. അതപ്പോഴേ അവനെടുത്ത് കളഞ്ഞ്. അവന് ചൊറിയുന്നെന്ന് നാക്ക്. ഇതെന്ത് സാധനം അമ്മാന്ന്. കൈ പറക്കി വെച്ചിരിക്കുന്ന ഞാൻ കളഞ്ഞോട്ടേന്ന് ചോദിക്കുമോ ഇത്. ഞങ്ങൾ പോയ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച്. വഴിയിൽ ഞങ്ങൾക്ക് മീൻ കൊണ്ടുവരുന്നവർ നിൽക്കുന്നു. ഞങ്ങളെ അവിടെയൊക്കെ നോക്കിയിട്ട് കണ്ടില്ല എന്നൊക്കെ പറയുമോ ആൾ. ഇന്ന് കുഞ്ഞൻ അയലയൊക്കെയാണ് കിടക്കുന്നത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ചന്തയ്ക്ക് പോയില്ലെങ്കിൽ സ്ഥിരം ഇവരുടെ നിന്നാണ് മീൻ വാങ്ങിക്കുന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് തരും. അവർ ചൂണ്ടയിട്ടാണ് ഈ മീൻ പിടിച്ചുകൊണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഭയങ്കര വെയിൽ കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. അവരോട് പിന്നെ ഈ വെയിലത്ത് നിന്ന് കുറേ നേരം കാര്യം പറഞ്ഞ്. ഇന്ന് മീൻ വേണ്ടാഞ്ഞോണ്ടാ, ഇല്ലെങ്കിൽ അത് വാങ്ങിയേനെ. ആ വെയിലത്ത് അവർ കൊണ്ടുവന്നതല്ലേ. ലക്കി ക്ഷീണിച്ച് നടന്നു വരുന്നുണ്ടോ. നന്ദ ആദ്യമേ വീട്ടിൽ കയറിപ്പോയി. ഇത്രയും പറക്കിയിട്ട് വന്നതാ നന്ദ. എന്തിനാണോ എന്തോ. ഇനി നാളെ പറക്കി കളയാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.